السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ റമദാനിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കുവാനും രാത്രി നമസ്കാരം നിർവഹിക്കുവാനും നമുക്ക് സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ റമദാൻ അവസാനം വരെ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച് റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖറജ മിൻ ദുനൂബിഹി കയൗമിൻ വലദത്ഹു ഉമ്മുഹ്. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താനുള്ളത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരുപാട് ശൈലികളിൽ ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ് ഒരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംക്ഷിപ്തമായി പറഞ്ഞ ഒരു വിഷയത്തെ മറ്റൊരു സൂറത്തിൽ സവിസ്തരം അത് പ്രതിപാദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്നത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ഒരു ചോദ്യം 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഖുൽ, നബിയെ നീ അവരോട് പറയുക, ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പണ്ഡിതരും പാമരരും തുല്യരാകുമോ? അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന്
നബിയെ നീ അവരോട് ചോദിക്കുക എന്നതാണ്. ഇത് അള്ളാഹു സംക്ഷിപ്തമായി പറഞ്ഞതാണെങ്കിൽ സൂറത്തുൽ ഹശ്റിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ഒരിക്കലും സ്വർഗക്കാരും നരകക്കാരും തുല്യരല്ല, സ്വർഗാവകാശികൾ തന്നെയാകുന്നു വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പം അറിവ് നേടുക എന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാകുന്നു. അതുപോലെ സൂറത്തുൽ ഫാത്തിറിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ വമാ യസ്തവിൽ അഅമാ വൽ ബസീർ വലദ്ദുലുമാതു വലന്നൂർ വലദ്ദില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്ധനും കണ്ണ് കാണുന്നവനും തുല്യരല്ല, ചൂടേറിയ വെയിലും തണലും സമമാവുകയില്ല, അന്ധകാരവും പ്രകാശവും ഒരിക്കലും തുല്യമല്ല, ജീവനുള്ളവനും ജീവനില്ലാത്തവനും സമമല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അറിവ് നേടിയ ഒരാൾ, അയാൾക്ക് അന്ധകാരമില്ല, തികഞ്ഞ പ്രകാശമായിരിക്കും. അറിവ് നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിഴലിൻ്റെ തണലിൽ, ഒരു നിഴലിൽ അല്ലെങ്കിൽ ഒരു തണലിൽ ഇങ്ങനെ ഇരിക്കുന്നവനെ പോലെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ മതപരമായി വിജ്ഞാനം നേടിയ ഒരാൾക്ക് സാധിക്കുമെന്നാണ്. മാത്രവുമല്ല, പ്രകാശത്തിലാണവൻ. അവൻ ഒരിക്കലും മരിച്ചവനെ പോലെയല്ല, ജീവസുറ്റുള്ള ഒരാളെപ്പോലെ അവന് പെരുമാറാനും അവന് ജീവിക്കാനും സാധിക്കുന്നു എന്ന് ഖുർആനിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അറിവിനെ സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മതപരമായ അറിവ് നേടുക എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കേട്ട ഒരു ഹദീസായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ. മറ്റൊരു റിപ്പോർട്ടിൽ മൻ സലക തരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ. ഇൽമിനെ, മതപരമായ വിജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ, നോക്കൂ നിങ്ങൾ, നമ്മൾ ആ വഴിയിലാണ് ഇപ്പോഴുള്ളത്, അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള, അവരുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലപ്പുറം അങ്ങാടിയിൽ എത്ര ആളുകളുണ്ട്? അവർക്കൊന്നും കിട്ടാത്തൊരു മഹത്തായ തൗഫീഖാണ് ഇന്ന് ഈ സദസ്സിൽ നിങ്ങളിവിടെ എത്തിയെന്നുള്ളത്. ഞാൻ ഏറ്റതാണ്, എനിക്കെത്തുക എന്ന നിർബന്ധമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഖ്തിയാറുണ്ട്, തിരഞ്ഞെടുക്കാം. വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ എണീറ്റ് പോകാം. അള്ളാഹു അവൻ്റെ അടിമകളിൽ ചില ആളുകളെ ഇൽമിന് വേണ്ടി അവൻ ഇരുത്തുമെന്നതാണ്. മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുക എന്നത് അള്ളാഹു അവനിൽ ഒരു നന്മ കണ്ടതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ മതപരമായ വിജ്ഞാനം അള്ളാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഒരാൾ ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, പ്രവിശാലമായ സ്വർഗലോകത്തേക്ക് അതിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല, മതപരമായ വിജ്ഞാനം നേടുന്ന ആൾ, അത് പറയുന്ന ആളാകട്ടെ കേൾക്കുന്ന ആളാകട്ടെ, അവരുടെ പ്രത്യേകത എന്താണ്? വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹ. അല്ലാഹുവിൻ്റെ മാലാഖമാർ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. ആർക്ക്? ലിതാലിബിൽ ഇൽം, മതപരമായ വിജ്ഞാനം തേടുന്നവർക്ക് വേണ്ടി മലക്കുകളുടെ അവരുടെ ചിറകുകൾ പോലും മതപരമായ വിജ്ഞാനം നേടുന്ന ആളുകൾക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കും. എന്തിനാണ്? റിളൻ ബിമാ യസ്നഉ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത്രമേൽ മഹത്വമുള്ള കാര്യമാണ്. അതിൻ്റെ തൃപ്തി കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, വഇന്നൽ ആലിം, മതപരമായ വിജ്ഞാനം നേടിയ ഒരാൾ, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും, നോക്കൂ നിങ്ങൾ, ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇൽമ് നേടുന്ന, വിജ്ഞാനം കരസ്ഥമാക്കുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹുവിനോട്. എത്രത്തോളം എന്നറിയോ? ഹത്തൽ ഹീതാനു ഫിൽ മാ,
സമുദ്രത്തിലുള്ള ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ ഇസ്തിഗ്ഫാർ ചെയ്യും. ആർക്ക്? മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കുന്ന ആളുകൾക്ക് വേണ്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫദ്ലുൽ ആലിമി അലൽ ആബിദ്. ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത എന്ന് പറയാൻ നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, സ്വതക്കകൾ ചെയ്യുന്ന, നല്ലൊരു ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ, അയാളേക്കാൾ ഒരു ഇൽമ് കരസ്ഥമാക്കുന്ന ആൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ഏതുപോലെ എന്നറിയോ? കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആകാശലോകത്തേക്ക് നോക്കിയാൽ വെട്ടിത്തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ കാണാം. അതിൽ തന്നെ ചന്ദ്രനിങ്ങനെ തിളങ്ങി പ്രശോഭിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഒരു ആലിമിൻ്റെ പ്രത്യേകത മറ്റ് ആബിദുകളേക്കാൾ. വഇന്നൽ ഉലമാ, മഹാന്മാരായ പണ്ഡിതന്മാർ, വിജ്ഞാനം കരസ്ഥമാക്കുന്ന ആളുകൾ, വറസത്തുൽ അംബിയ, ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണവർ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നൽ അംബിയാ, നിശ്ചയമായും പ്രവാചകന്മാർ, ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. പ്രവാചകന്മാർ ഇവിടെ അനന്തരം വിട്ടേച്ചു പോയത് ദീനാറുകളോ ദിർഹമുകളോ ഒന്നുമല്ല. വഇന്നമാ വറസു അൽ ഇൽം, മറിച്ച് മതപരമായ വിജ്ഞാനമാണ് അവർ ഇവിടെ അനന്തരമായി വിട്ടേച്ചു പോയത്. അവരുടെ അനന്തരാവകാശികൾ മതം പഠിക്കുന്ന ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അഖദഹു, ആരാണോ ആ ഇൽമ് കരസ്ഥമാക്കുന്നത്, സ്വീകരിക്കുന്നത്, അഖദ ബിഹദ്ദിൻ വാഫിരിൻ, അവരൊരു മഹത്തായ സൗഭാഗ്യം, ഒരു വിഹിതം തന്നെയാകുന്നു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ കേട്ട ഹദീസാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയതാണ്. നോക്കൂ നിങ്ങൾ, ഈ മതപരമായ വിജ്ഞാനത്തിന് ഇത്രമേൽ പ്രത്യേകത. സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ വരെ, മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഉറുമ്പുകൾ വരെ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് വേണ്ടി, അള്ളാഹുവേ നീ അവരെ പുറത്തു കൊടുക്കണമേ, നിൻ്റെ ഇൽമ് കരസ്ഥമാക്കാൻ അവർ വന്നത്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഇൽമ് പഠിക്കാൻ, മതം പഠിക്കാൻ, അതിൻ്റെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ, ഖുർആനും ഹദീസും പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മുന്നിട്ട് വരണം. എന്നാൽ മതം, അതിൻ്റെ വിജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കൊടുക്കൂല. മറിച്ച് ചില ആളുകൾക്ക് അവൻ തിരഞ്ഞെടുത്ത, അവൻ്റെ ഇബാദുകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട, അവൻ ഉദ്ദേശിക്കുന്ന ചില അടിമകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മതം പഠിപ്പിച്ചു കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട്, വളരെ ന്യൂനപക്ഷം ആളുകൾ മാത്രമേ മതം പഠിക്കുന്നവരായിട്ടുള്ളൂ. അത് അല്ലാഹു അവർക്കൊരു തൗഫീഖ് ചെയ്തു കൊടുത്തതാണ്. ഇനി മതം പഠിക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 150 ജനിച്ച് ഹിജറ 204 മരിച്ച മഹാനായ ഒരു പണ്ഡിതനാണല്ലോ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഉസൂലുൽ ഫിഖ്ഹിലും ഉസൂലുൽ ഹദീസിലും കവിതയിലും അങ്ങനെ ഒരുപാട് ഫന്നുകളിൽ, കലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ വഖീ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പോയി ഒരു പരാതി പറയുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ കേട്ട ഒരു സംഭവമായിരിക്കും അത്. ഒരു കവിതാ ശകലത്തിലൂടെ അദ്ദേഹം അക്കാര്യം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ. അദ്ദേഹം പറയാണ്, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅൻബഅനി ബിഅന്ന ഇൽമല്ലാഹി നൂറു വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഉസ്താദായ വക്കീൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു എന്നാണ്. ശകൗതു ഇലാ വക്കീഇൻ, വക്കീൻ്റെ അടുത്ത് പോയി ഞാൻ പരാതി ബോധിപ്പിച്ചു. എന്താ പരാതി? സൂഅ ഹിഫ്ളി, ഞാൻ എത്ര മനപ്പാടമാക്കിയിട്ടും എനിക്ക് മനപ്പാടമാകുന്നില്ല. ഖുർആൻ ഒരുപാട് ഹിഫ്ളാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഹിഫ്ളാകുന്നില്ല. ഹദീസ് പഠിക്കാൻ നോക്കി, പഠിയുന്നില്ല. എന്താ ഉസ്താദേ കാരണം? ഫഅർശദനി ഇലാ തർക്കിൽ മആസി, മോനെ നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ നീ ഒഴിവാക്കണം, എങ്കിലേ നിൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശമായ ഇൽമ് പ്രവേശിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വഅലമനി ബിഅന്ന ഇൽമല്ലാഹി നൂറു വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു,
ബിഅന്ന ഇൽമല്ലാഹി നൂറു, അല്ലാഹുവിൻ്റെ ഇൽമെന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുതാ ലിആസി, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, ഹറാം കാണുന്ന, കേൾക്കുന്ന, സംസാരിക്കുന്ന, അനാവശ്യം പ്രവർത്തിക്കുന്ന ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശമായ വിജ്ഞാനത്തെ കൊടുക്കൂല. കാരണം അവൻ്റെ ഹൃദയം ഇരുട്ടുള്ളതാണ്. ആ ഇരുട്ടിലേക്കതാ അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രകാശമായ വിജ്ഞാനമുണ്ടല്ലോ, അത് അല്ലാഹു കൊടുക്കുന്നതല്ല. ഇത് ഇമാം ഷാഫി ഉസ്താദിനോട് പോയപ്പോൾ ഉസ്താദ് കൊടുത്ത ഒരു ഉപദേശമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പാപം ചെയ്യുന്നവരാണോ ഖുർആൻ പഠിയൂല. ഇനി പഠിച്ച് ഖുർആൻ മനഃപ്പാടമാക്കി, ചെറുപ്രായത്തിലാണ് എല്ലാവരും ഖുർആൻ പഠിക്കുക അല്ലേ, ഹൈഫ്ലാക്കാൻ പോകും. എന്താ കാരണം? ചെറുപ്രായത്തിൽ പാപങ്ങൾ കുറവായിരിക്കും, ആ സമയത്ത് പെട്ടെന്ന് ഖുർആൻ പഠിയും. എന്നാൽ കുറച്ചങ്ങോട്ട് വലുതായി തിന്മകളൊക്കെ ചെയ്യാൻ തുടങ്ങിയാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ നിന്ന് ആ ഇൽമാകുന്ന, ആ പ്രകാശമാകുന്ന ഇൽമിനെ അല്ലാഹു പോക്കിക്കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ച ആളുകൾക്ക് കുറച്ച് ആൾക്കാരെ എപ്പോഴും ഓർമ്മ ഉണ്ടാവാറുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം അല്ലാഹുവിൻ്റെ ഇൽം അതൊരു പ്രകാശമാണ്. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹം ഇൽമ് പഠിക്കുന്ന, മതവിജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് അദ്ദേഹം നടത്തിയ ചില ഉപദേശങ്ങൾ കാണാം. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉംബിക അൻ തഫ്സീലിഹാ ബിബയാനി ദകാഉൻ വഹിർസുൻ വജ്തിഹാദു വബുൽഗത്തുൻ വസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി. അദ്ദേഹം പറയാണ്, അഖി, എൻ്റെ സഹോദര, ലൻ തനാലൽ ഇൽമ, ഈ ഇൽമുണ്ടല്ലോ, വിജ്ഞാനം, മതപരമായ അറിവ്, അത് നിനക്ക് നേടാൻ സാധ്യമല്ല ഇല്ലാ ബിസിത്തത്തിൻ, 6 കാര്യങ്ങളില്ലാതെ. എന്നിട്ട് അദ്ദേഹം പറയാൻ, സഉംബിക അൻ തഫ്സീലിഹാ ബിബയാനി, അത് ഞാൻ നിനക്ക് വിവരിച്ചു തരട്ടെയോ. അപ്പോൾ ഇൽമു നേടുന്ന ആളുകളാണോ, മതപരമായ അറിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, ഒന്നാമതായി വേണ്ടത് ദകാഉൻ, ബുദ്ധി വേണം. ബുദ്ധി ഇല്ലാത്ത ഒരാൾ ഇൽമു പഠിക്കാൻ വന്നിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ മനഃപ്പാടമാക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമുള്ള ബുദ്ധി, ബുദ്ധി കൂർമ്മത. അതുകൊണ്ട് A+ ഒക്കെ മുഴുവൻ കിട്ടിയ വിദ്യാർത്ഥികൾ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഭൗതികമായ സയൻസ്, മറ്റു കാര്യങ്ങളിലേക്കൊക്കെയാണ് പോവുക. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് ബുദ്ധി കൂർമ്മതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മതം പഠിക്കാനാണ്. നമ്മുടെ നാട്ടിൽ നേരെ വിപരീതമാണ്. എവിടെയും കൊടുത്ത് എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറബി കോളേജിലേക്ക് വിടുന്നു. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥ മുസ്ലിമാണോ മതം പഠിക്കാൻ മുന്നോട്ട് വരട്ടെ, ദക്കാ ഉള്ളവനാണോ മതം പഠിക്കാൻ മുന്നോട്ട് വരട്ടെ. ദക്കാഉൻ വഹിർസുൻ വജ്തിഹാദുൻ വബുൽഗത്തുൻ വസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി. രണ്ടവന് വേണ്ടത് ഹിർസാണ്, അതിയായ താല്പര്യം മതം പഠിക്കുന്നതിന് വേണം. വാപ്പ പറഞ്ഞയച്ചത് കൊണ്ടല്ല അറബി കോളേജിൽ പോകേണ്ടത്, മറിച്ച് ഖുർആൻ എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി ഇറക്കിയതാണല്ലോ, അതെനിക്ക് പഠിക്കാനുള്ളതാണല്ലോ. എൻ്റെ നേതാവ് പറഞ്ഞ ഹദീസുകൾ അതിൻ്റെ ആശയം ഉൾക്കൊള്ളേണ്ടവനാണല്ലോ എന്നതാ സ്വയം തീരുമാനിച്ച് താല്പര്യമെടുത്ത് മുന്നോട്ട് വരട്ടെ. ഹിർസവൻ അത്യാവശ്യമാണ്. ഇനി ഒരാൾക്ക് ബുദ്ധിയുണ്ട്, ഹിർസുമുണ്ട് എങ്കിൽ കഴിഞ്ഞില്ലല്ലോ. അവന് കഠിനമായ പരിശ്രമങ്ങൾ വേണം. വെറുതെ ഇരുന്ന ഇൽമു തലയിൽ കയറൂല, മറിച്ച് നന്നായി പഠിക്കണം. ഇനി ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. വബുൽഗത്തുൻ, അതിനാവശ്യമായ പാതയങ്ങൾ അവൻ്റെ കയ്യിൽ വേണം. പേന വേണം, പെൻസിൽ വേണം, നോട്ട് ബുക്ക് വേണം. എന്താണോ പഠിക്കുന്നതിന് ആവശ്യമായ മുഴുവൻ പാതയങ്ങളും വേണം. അത് മാത്രവുമല്ലല്ലോ, വസുഹ്ബത്തു ഉസ്താദിൻ, ഒരു ഉസ്താദിൻ്റെ കീഴിൽ നിരന്തരമായി കൂടെ ഞങ്ങളെ ഉസ്താദ്മാരൊക്കെ പറയുന്നത് പോലെ ഒരു ഉസ്താദിനെ കിട്ടിയാൽ കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് പോലെ ഉസ്താദിൻ്റെ പിന്നിൽ കൂടി മുഴുവനായി ഊറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നല്ലേ? ഏത് സമയവും ഉസ്താദ്മാരെ ഉപയോഗപ്പെടുത്തി അവരുടെ പിന്നാലെ കൂടണം. കഴിഞ്ഞില്ല വതൂലി സമാനി, കുറേ കാലം പഠിക്കണം. കുറച്ചങ്ങ് പഠിച്ചു മടുത്തു എന്ന് പറയണ്ട. MBBS പഠിക്കാൻ 5 വർഷമുണ്ട്, ഡിഗ്രി പഠിക്കാൻ 3 വർഷമുണ്ട്, MA പഠിക്കാനും B.Ed പഠിക്കാനും 2 വർഷമുണ്ട്. എങ്കിൽ മതം പഠിക്കാനതും പോരാ. ഏത് സമയവും മരണം വരെ അവൻ വിദ്യാർത്ഥിയാണ്.
അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചില്ലേ, ഏത് സമയവും മഷിക്കുപ്പിയുമായി അങ്ങ് നടക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഹത്തൽ മമാത്ത്, ഞാൻ മരിക്കുന്നത് വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം വിദ്യാർത്ഥി ഏതു സമയം കുറേ കാലം അതിനു വേണ്ടി ചെലവഴിക്കണം, ഒരു ഉസ്താദിൻ്റെ കീഴിലായിരിക്കണം പഠിക്കേണ്ടത് എന്നാണ്. മഹാനായ അബുൽ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, കുൻ ആലിമൻ, ഒന്നുകിൽ നീ ഒരു നല്ല മതം പഠിച്ച പണ്ഡിതനാവുക, ഔ മുതഅല്ലിമൻ, ഇനി അതിന് നിനക്ക് പറ്റിയില്ലേ നീ ഒരു മുതഅല്ലിമാവണം, ഒരു മതം പഠിക്കുന്ന വിദ്യാർത്ഥിയായി നീ മാറണം. ഇനി അതിനും നിനക്ക് കഴിയില്ലേ, ഔ മുസ്തമിഅൻ, ഇതൊക്കെ ഒന്ന് കേൾക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളെങ്കിലും നിങ്ങളായി മാറണം. ഔ മുഹിബ്ബൻ, ഇനി അതിനും നിനക്ക് കഴിയൂലേ, എങ്കിൽ ഈ കാര്യങ്ങളോടൊക്കെ മതം പഠിക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നതിനോടൊക്കെ ഒരു ഇഷ്ടമെങ്കിലും നിനക്കുണ്ടാകണം. അതിനും നിനക്ക് കഴിയൂലേ, വലാ തകുനിൽ ഖാമിസ, അഞ്ചാമതൊരാളായി നീ ആവരുത്. ഒന്നെങ്കിൽ ആലിമാവുക, അല്ലെങ്കിൽ മുതഅല്ലിമാവുക, അല്ലെങ്കിൽ ഒരു മുസ്തമി ആവുക, അല്ലെങ്കിൽ ഒരു മുഹിബ്ബെങ്കിലും ചുരുങ്ങിയത് നീ ആവണം എന്ന് മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, മതം പഠിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. അതാണ് അല്ലാഹ് പറഞ്ഞത്, യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു പദവികൾ ഉയർത്തി കൊടുക്കും. അത് പരലോകത്ത് ഏതായാലും ഉണ്ട്, ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ മക്കയിലെ ഗവർണറായിക്കൊണ്ട് അദ്ദേഹം നാഫി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മക്കയിലെ ഗവർണറായി നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അസ്ഫാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോയപ്പോൾ, അത് മക്കക്കും മദീനക്കും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അസ്ഫാൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ നാഫി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മക്കയിലെ ഗവർണറായി അദ്ദേഹം നിശ്ചയിച്ച ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി അസ്ഫാൻ എന്ന പ്രദേശത്ത് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ല, നിന്നെ ഞാൻ മക്കയിൽ ഗവർണറായി നിശ്ചയിച്ചതല്ലേ, പിന്നെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ നാഫി ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞു, ഞാനൊരു അത്യാവശ്യ കാര്യത്തിനു വേണ്ടി വന്നതാണ്. എൻ്റെ നായിബായിക്കൊണ്ട്, പകരക്കാരനായിക്കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരാൾ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആരാ ഈ അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്, മൗലാ മിൻ മവാലീന, ഞങ്ങളുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, അടിമയാണോ ഒരു നാടിൻ്റെ ഗവർണറായി നീ വെക്കുന്നത്? ആ സമയത്ത് നാഫി ഇബ്നു അബ്ദുറഹ്മാൻ കൊടുത്ത മറുപടി, അദ്ദേഹം ഒരു അടിമയാണെന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല, ഇന്നഹു ഖാരിഉൽ ലികിതാബില്ലാഹ്, അള്ളാഹിൻ്റെ കിതാബ് നന്നായി പാരായണം ചെയ്യാൻ കഴിയുന്ന, വആലിമുൻ ബിൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അടിമയാണ് എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല എന്നാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, അമാ ഇന്ന നബിയ്യകും ഖദ് ഖാൽ ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ അല്ലാഹു ഉയർത്തും, മറ്റു ചില ആളുകളെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യുമെന്നാണ്. നോക്കൂ നിങ്ങൾ, മക്കയിലെ ഗവർണറായി ഉയരാൻ മാത്രം ഒരു അടിമയായിട്ട് കൂടി അദ്ദേഹത്തിന് സാധിച്ചു. എന്തുകൊണ്ടാണ്? ഖുർആനിൽ വിവരമുണ്ടായി, അനന്തരാവകാശ നിയമങ്ങൾ അറിയുന്നവനായി, മതപരമായ വിജ്ഞാനം അവനുണ്ടായി എന്നുള്ളത് കൊണ്ട് അടിമയായിട്ടുകൂടി മക്കയിലെ ഗവർണറാകാൻ മാത്രം ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു ഉയർത്തി എന്നത് ഇൽമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഖുർആനിൽ നിന്ന് തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നോക്കൂ നിങ്ങൾ, ബനു ഇസ്രായേലിലുണ്ടായൊരു സംഭവമാണ്. അവർ എത്ര യുദ്ധം ചെയ്തിട്ടും ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ ആ നാട്ടിലെ പ്രവാചകൻ്റെ അടുത്ത് വന്ന് സമീപിച്ചു, ഞങ്ങൾ എത്ര യുദ്ധം ചെയ്തിട്ടും ഞങ്ങൾ വിജയിക്കുന്നില്ല. ശംവീൽ പ്രവാചകനാണെന്ന് പറയപ്പെടുന്നു, വല്ലാഹു അലം, തെളിവൊന്നുമില്ല, എങ്കിലും ചില തഫ്സീറുകൾ അങ്ങനെ കാണുന്നു. ഏതായാലും ആ പ്രവാചകൻ്റെ അടുത്ത ആളുകൾ വന്ന് കൊണ്ട് പറയുന്നു, ഞങ്ങൾ ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ തോൽക്കുകയാണ്, അതുകൊണ്ട് നല്ല ഒരു രാജാവിനെ, അമീറിനെ, നേതാവിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ച് തരാൻ വേണ്ടി നബിയെ നിങ്ങൾ അള്ളാഹുവോടൊന്ന് ദുആ ചെയ്യണം.
അങ്ങനെ ആ പ്രവാചകൻ ദുആ ചെയ്തു എന്നാണ്. ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുത്തത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. 247-ാമത്തെ ആയത്തിൽ നോക്കൂ നിങ്ങൾ. വഖാല ലഹും നബിയുഹും, അവരുടെ നബി വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലികാ, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലികാ, നിങ്ങൾക്കതാ ഏറ്റവും വലിയ നേതാവായിക്കൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ മലിക്കായിക്കൊണ്ട്, രാജാവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താലൂത്തിനെ നിശ്ചയിച്ചിരിക്കുന്നു. ഖാലു, ഇതങ്ങാ പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ ഒന്നടങ്കം മറുപടി പറഞ്ഞു, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ, എങ്ങനെയാണ് താലൂത്ത് ഞങ്ങളുടെ മേൽ അധികാരമേൽക്കുന്നത്? അവന് രാജാവാകാൻ കൊള്ളുമോ? വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, അതിനേക്കാൾ ഞങ്ങൾ തന്നെ രാജാവാകുന്നതല്ലേ, അവനേക്കാൾ അർഹത ഞങ്ങൾക്കല്ലേ. കാരണം വലം യുഅത സഅതം മിനൽ മാലി, അവൻ്റെ കയ്യിൽ സമ്പാദ്യമില്ല, ധനമില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ മേൽ അധികാരം ഏറ്റവനായി, ഏറ്റവും വലിയ രാജാവായി അവന് നിൽക്കാൻ കഴിയുന്നത് എന്ന്. അതേ ആ നാട്ടുകാർ മറുപടി പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ അവർക്ക് നൽകിയ മറുപടി എന്താണെന്നറിയോ? ഖാല ഇന്നല്ലാഹ അസ്തഫാഹു, അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അലൈക്കും, നിങ്ങളുടെ മേൽ ഏറ്റവും വലിയ രാജാവായി കൊണ്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം 2 കാരണമാണ്. വസാദഹു, അദ്ദേഹത്തിന് സുലഭമായി നൽകിയിട്ടുണ്ട് എന്ത്? ബസ്തൻ, ചില യോഗ്യതകളുണ്ട്, അദ്ദേഹത്തിന് ചില വികാസങ്ങൾ അല്ലാഹു നിങ്ങളെക്കാൾ നൽകിയിട്ടുണ്ട്. ഏത് വിഷയത്തിലെന്നോ? ഫിൽ ഇൽമി വൽ ജിസ്മി, അദ്ദേഹത്തിന് നന്നായി മതപരമായ കാര്യങ്ങൾ അറിയാം, മാത്രവുമല്ല ആരോഗ്യവുമുള്ള വ്യക്തിയാണ്, ശാരീരികമായും വൈജ്ഞാനികപരമായും നിങ്ങളെക്കാൾ വികാസമുള്ള വ്യക്തിയാണല്ലോ. അതുകൊണ്ടതാ നിങ്ങളുടെ രാജാവായ താലൂത്ത് മതി. അപ്പോൾ താലൂത്തിന് സമ്പത്തില്ല, അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു എന്നാണ്. മാത്രമല്ല ആടിനെ മേച്ച് നടക്കുന്ന, ഏറ്റവും ചെറിയ ആളുകളൊക്കെ നിസ്സാരമായി കാണുന്ന ജോലി ചെയ്ത വ്യക്തി ആയിട്ടുകൂടി ആ നാടിൻ്റെ രാജാവാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി, മതത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്നതാണ്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ കുറേ ബന്ദികളെ പിടിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ നാട് വികസിക്കാൻ ആവശ്യമായ സാമ്പത്തികമായി ഏറെ ആവശ്യമുള്ള സമയമാണ് അല്ലേ. എല്ലാ അർത്ഥത്തിലും പല ആവശ്യങ്ങളും സാമ്പത്തികമായി ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മോചനദ്രവ്യമായി ഫിദാ, സാമ്പത്തികം ആവശ്യപ്പെടാം, എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ താൽക്കാലികമായ സാമ്പത്തിക പുരോഗതിക്ക് പകരം സുസ്ഥിരമായ ഒരു സാമൂഹിക വികസനമാണ് ഉമ്മത്തിന് ആവശ്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും, നിങ്ങൾക്ക് അക്ഷരജ്ഞാനമുള്ളവർ മദീനയിലെ പാവപ്പെട്ട 10 കുട്ടികൾക്ക് അക്ഷരജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, 4000 ദിർഹമാണ് ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയിരുന്നത്. അത്രയേറെ സമ്പത്ത് കിട്ടും, അത് പ്രവാചകൻ ആവശ്യപ്പെട്ടാൽ കിട്ടുമായിരുന്നു. സാമ്പത്തികമായി കുറേ ആവശ്യമുണ്ട്, എന്നാലും പ്രവാചകൻ അതിനേക്കാൾ പ്രാധാന്യം നൽകി അക്ഷരജ്ഞാനമുള്ളവർ അതില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന വിലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ലല്ലോ, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അതിലെ കണ്ടന്റ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മറ്റൊന്ന് ആഖിറത്താണ്. ഖുർആൻ ഏത് വാക്യം പരിശോധിച്ചാലും ഒന്നെങ്കിൽ തൗഹീദുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആഖിറത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ റിസാലത്തുമായി ബന്ധമുണ്ട്. അള്ളാഹിനെക്കുറിച്ച്, റസൂലുള്ളാഹിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്. എന്നാൽ ഇതൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റായി ഈ 3 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഖുർആൻ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഏകാന്തനായി ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ദിവ്യബോധനത്തിൻ്റെ വെളിപാടുമായി പറഞ്ഞയച്ച് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത വാചകമേതാ? ഇഖ്റാ, നീ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നാണെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന പ്രാധാന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്തത്. അത് സാമ്പത്തികമാണോ? മക്കളെ കുറേ തരണമെന്നാണോ? അതൊന്നുമല്ല. വഖുർ റബ്ബി സിദ്നി ഇൽമാ,
എനിക്ക് അറിവ് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് നീ പറയണം, പ്രാർത്ഥിക്കണം നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുക. നോക്കൂ നിങ്ങൾ, വേറെ ഏത് വിഷയവും വർധനവ് വേണ്ടി പ്രാർത്ഥന ഖുർആനിൽ കാണാൻ കഴിയൂല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല ഈ വിജ്ഞാനത്തിന് വേണ്ടിയല്ലാതെ. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഫലൗ കാന ശൈഉൻ അഷ്റഫു മിനൽ ഇൽമി ലഅമറല്ലാഹു തആല നബിയഹു അൻ യസ്അലഹുൽ മസീദ മിൻഹു. ഇൽമിനേക്കാൾ, വിജ്ഞാനത്തേക്കാൾ പ്രാധാന്യമുള്ള അഷ്റഫായിട്ടുള്ള ഒരു കാര്യം അത് വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു നബിയോട് അതാണല്ലോ വർദ്ധിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ അതാ വിജ്ഞാനമാണ് വർദ്ധിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് വിജ്ഞാനത്തേക്കാൾ അഷ്റഫായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയുമില്ല എന്ന് ഈ കാര്യത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നു എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുമ്പോൾ, കഴിഞ്ഞില്ല സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിട്ടുള്ള ഒരു ദുആ ആണല്ലോ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ, ഈ ദുനിയാവിൽ നീ ഹസനത്ത് തരണമേ, വഫിൽ ആഖിറതി ഹസനതൻ, നാളെ പാരത്രികമായ ലോകത്തും നീ ഹസനത്ത് തരണമേ, വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടതാ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ദുനിയാവിലുള്ള ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സമ്പത്ത് കിട്ടുക എന്നതാണോ? ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഹിയൽ ഇൽമു, അത് വിജ്ഞാനമാണ്, ഭൗതികമായ വിജ്ഞാനമല്ല. ഹിയൽ ഇൽമു ശർഈ, മതപരമായ അറിവാണ്. അപ്പോൾ ആഖിറത്തിലുള്ള ഹസനത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ആയത്തിനെ വിശദീകരിച്ച കുറേ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇൽമാണ്, അമലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല ഹലാലായ ഉപജീവനമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല ഖൽബു സലീമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏത് സമയവും ദിക്റെടുക്കുന്ന നാവാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നല്ല ഒരു സന്താനമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ സ്വാലിഹത്തായ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാലും അതിൽ ഏറ്റവും നല്ല തഫ്സീർ അത് ഇൽമാണ് എന്ന് പണ്ഡിതന്മാർ ഏകകണ്ഠ അഭിപ്രായപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഈ തഫ്സീറിനെ കുറിച്ച് ഏറ്റവും നല്ല തഫ്സീർ എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചത് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ചോദ്യം. നോക്കൂ നിങ്ങൾ, ഈ ചോദ്യം ഉൾക്കൊണ്ട് നമ്മുടെ മുൻഗാമികൾ ഭൗതികപരമായി കൊണ്ടും ഒരുപാട് വിജ്ഞാനങ്ങൾ അവർ കരസ്ഥമാക്കി എന്നല്ലേ. സ്പെയിനിലെ ഇസ്ലാമിക വളർച്ചയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ പ്രകാശ ശാസ്ത്രപിതാവ് ഇബ്നുൽ ഹൈസം ഉണ്ടായത് എങ്ങനെയാണ്? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്ന ആയത്തിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ച് ജയിലിലടക്കപ്പെട്ടപ്പോൾ ഒരു ധോളയുണ്ടാക്കി അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് അവിടുത്തെ ആളുകൾ നോക്കിയപ്പോൾ ആ ഒരു ദൂരത്തിലൂടെ അദ്ദേഹം നോക്കി അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ഇൻട്രോമിഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം ഭൗതികപരമായ വിജ്ഞാനങ്ങൾ ഉന്നതങ്ങളായി കരസ്ഥമാക്കി. എന്തുകൊണ്ടാണ്? ഖുർആനിൻ്റെ ആ കൽപ്പന കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തത്വചിന്തകനും ശാസ്ത്രകാരനുമായി അറിയപ്പെട്ട ഇബ്നു റുഷ്ദ് ഇസ്ലാമിക ലോകത്തിന് ഉണ്ടായത് എങ്ങനെയാണ്? വൈദ്യരംഗത്ത് അനിഷേധ്യ സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായത് എങ്ങനെയാണ്? വിശ്വസാഹിത്യകാരനായ ഇബ്നു ഖുതൈബ ഉണ്ടായത് എങ്ങനെയാണ്? സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്നു ഖൽദൂൻ ഉണ്ടായത് എങ്ങനെയാണ്? വൈമാനിക കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നേതൃത്വം നൽകിയ അബ്ബാസ് ഇബ്നു ഫർനസ് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇസ്ലാം എന്ന പരിശുദ്ധമായ മതം അത് വിജ്ഞാനത്തിന്, അത് ഭൗതികമാകട്ടെ മതപരമായ വിജ്ഞാനങ്ങളാകട്ടെ, അതിനു വേണ്ടിയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതനാണ് ഇബ്നു അഖീൽ.
അൽ ഫുനൂൻ എന്ന് പറയുന്ന 800 വാള്യമുള്ള ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓരോ വാള്യവും 600 പേജിലധികമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 800-ലധികം വാള്യങ്ങൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? അദ്ദേഹം അത് എഴുതി ഉണ്ടാക്കി എന്നുള്ളതാണ്. മഹാന്മാരായ മുൻഗാമികൾ ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം അവർ ഉൾക്കൊണ്ടു എന്നതാണ്. 2000 കിലോമീറ്ററുകൾ അധികം നടന്നുകൊണ്ടാണ് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിനെ സ്വീകരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ രാവിലെ പോയി കിടക്കുമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹദീസ് കേൾക്കാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വെറും 43 വയസ്സ് മാത്രം ജീവിച്ച പണ്ഡിതനാണ്. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ജീവിച്ച ദിവസങ്ങളുടെ എണ്ണവും അദ്ദേഹം രചിച്ച പുസ്തകത്തിൻ്റെ പേജിൻ്റെ എണ്ണവും പരിശോധിച്ചാൽ അദ്ദേഹം ജീവിച്ച ദിവസങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം രചിച്ച പേജുകളുടെ എണ്ണമാണ് കൂടുതൽ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഓരോ ദിവസവും 16 പേജ് വെച്ച് കൂട്ടിയാൽ അത്രയും അദ്ദേഹം എഴുതി തീർത്തു എന്നുണ്ടെങ്കിൽ അവരൊക്കെ വിജ്ഞാനത്തിന് കൊടുത്ത ഒരു വിലയും പ്രാധാന്യവും എത്രമാത്രമാണ്. ഇമാം ബുഖാരിയുടെ ഒരുപാട് ഹദീസുകൾ, സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വിഖ്യാതമായ അതിൻ്റെ ശറഹ് ഗ്രന്ഥമാണ് ഫത്തുൽ ബാരി എന്ന് പറയുന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥം സഹീഹുൽ ബുഖാരി പോലുമല്ല, ഹദീസുകളല്ല, അതിന് ശറഹ് എഴുതിയിട്ടുള്ള ഫത്തുൽ ബാരി എന്ന് പറയുന്ന ഒരുപാട് വാള്യങ്ങളുള്ള ഗ്രന്ഥം കണ്ണുപോലും കാണാൻ കഴിയാത്ത ഈ അടുത്ത് മരിച്ചുപോയ മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മനഃപ്പാടമായിരുന്നു ആ ശറഹ് പോലും. നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ മഹാനായ ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹം അവിടുന്നതാ ബഗ്ദാദിലേക്ക് വന്ന സമയത്ത് അവിടെ 40 വർഷക്കാലം ജീവിച്ചു. ഓരോ ദിവസവും അദ്ദേഹം 40 പേജുകൾ രചിക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ഏകദേശം 40 വർഷം കൊണ്ട് അദ്ദേഹം 6 ലക്ഷം പേജുകൾ എഴുതിയെന്നാണ്, വായിച്ചു എന്നല്ല. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വായിക്കുന്നത്, എന്താണ് എഴുതുന്നത് എന്ന ആത്മാർത്ഥമായ ഒരു വിചിന്തനം വളരെ അത്യാവശ്യമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വിദ്യ തന്നെ ധനം, ധനം തന്നെ പ്രധാനം എന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ പോലും മാറിയിരിക്കുന്നു എങ്കിൽ ആ വിദ്യ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട്, പ്രത്യേകിച്ചും മതപരമായ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ലോകത്തുള്ള എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ആ മഹത്വബോധം ഉൾക്കൊണ്ട് തന്നെ ആ ഇൽമ പഠിക്കാൻ നമ്മളൊക്കെയും തയ്യാറാവണം. അസൂയ പാടില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ 2 വിഷയത്തിൽ പറ്റും എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്ന് റജുലുൻ ആതാഹുല്ലാഹു മാല, ഒരാൾക്കൊരു സമ്പത്ത് നൽകി, ആ സമ്പത്ത് ദീനിൻ്റെ മാർഗത്തിൽ ഒരാൾ ചെലവഴിക്കുന്നു, അത് കണ്ട് നമുക്ക് അസൂയപ്പെടാം. അതേപോലെ വറജുലുൻ ആതാഹുല്ലാഹു ഹിക്മതൻ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ അറിവ് നൽകി, ഫഹുവ യഖ്ദീ ബിഹാ വയുഅല്ലിമുഹാ, ആ അറിവ് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആളുകൾക്കത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെ കണ്ടും നിങ്ങൾക്ക് അസൂയ പോലും വെക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഇൽമിന് ഇസ്ലാം അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ ഇൽമ് കരസ്ഥമാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മൻ തലബൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമ, ഒരാൾ പണ്ഡിതന്മാരോട് കിടപിടിക്കാൻ വേണ്ടിയാണ് മതപരമായ വിജ്ഞാനം പഠിക്കുന്നത് എങ്കിൽ, ഔലിമാരിയ ബി സുഫഹ, മൂഢന്മാരോട് തർക്കിക്കാൻ വേണ്ടിയാണ് ഒരാൾ മതപരമായ വിജ്ഞാനം നേടുന്നത് എങ്കിൽ, ഔലിയസ്രിഫ വുജൂഹന്നാസി ഇലൈഹി അദ്ഖലഹുല്ലാഹുന്നാർ, അതല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ഒരാൾ മതം പഠിച്ചത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലല്ല, മറിച്ച് ഇതെൻ്റെ ഇസ്ലാം വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി അല്ല, നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് തന്നെ, ഫർദു ഐനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുസ്ലിമായ എല്ലാവർക്കും ഇൽമ് നേടുക എന്നത് നിർബന്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, ദീന് പഠിക്കുന്ന ആളുകൾ അവർക്കുണ്ടാകേണ്ട ഒരു സ്വഭാവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ അറബി വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിലുള്ള വിധിവിലക്കുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമുണ്ട്.
ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഒരിക്കൽ മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈജിപ്തിലെ ഫുസ്താത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ പോയി അദ്ദേഹം ഒരു പള്ളിയിൽ പ്രവേശിക്കുന്നു. നിറഞ്ഞ സദസ്സുണ്ട്. ആ സദസ്സിന് ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ഫദ്ൽ അൽ ജൗഹരി എന്നാണ്. ആ അബുൽ ഫദ്ൽ അൽ ജൗഹരി എന്ന് പറയുന്ന പണ്ഡിതൻ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനി പള്ളിയിലേക്ക് കയറി ചെല്ലാൻ. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ അദ്ദേഹവും ഇരുന്നു, ഒരു ശ്രോതാവായി. ആ സമയത്ത് ക്ലാസ് എടുക്കുന്ന അബുൽ ഫദ്ൽ അൽ ജൗഹരി അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലഖ വആല വദാഹറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ശരിയാണ്, പ്രവാചകൻ്റെ ജീവിതത്തിൽ ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട്. വആല, പ്രവാചകൻ ഈലാ നടത്തിയിട്ടുണ്ട്, അഥവാ 4 മാസം ഭാര്യയുടെ പ്രാപിക്കില്ല എന്ന് സത്യം ചെയ്യുക. അത് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്, അതും ശരിയാണ്. വദാഹറ, പ്രവാചകൻ ദിഹാർ ചെയ്തിട്ടുണ്ട് എന്നൊരു വാക്കും കൂടി ഈ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ക്ലാസിൻ്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി. ഈ ദിഹാർ എന്ന് പറഞ്ഞാൽ പാടില്ലാത്തതാണ്. വിശുദ്ധ ഖുർആൻ മുൻകറം മിനൽ ഖൗലി വസൂറ, ഏറ്റവും മോശപ്പെട്ട വാക്ക് എന്ന് പറഞ്ഞ കാര്യം അത് പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അബുൽ ഫദ്ൽ അൽ ജൗഹരി പറഞ്ഞത്. അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ കോറിയിട്ടു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ജനങ്ങളൊക്കെ അബുൽ ഫദ്ൽ ജൗഹരിയോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ആളുകളൊക്കെയുണ്ട്. അങ്ങനെ വീട്ടിലേക്കാണ് പ്രവേശിച്ചപ്പോഴാണ് ഒരാൾ, പരിചയമില്ലാത്ത ഒരു മുഖം, അത് മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനിയാണ്. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ, അദ്ദേഹം ഈ നാട്ടുകാരനല്ല എന്ന് തോന്നുന്നു, അദ്ദേഹത്തെ വിളിക്കൂ, നിങ്ങൾക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനിയെ വിളിച്ചു. എന്താണ്, നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ, പുതുതായി വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ ഞാനൊരു കാര്യം കേട്ടു, ത്വല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ത്വലാഖ് ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു. സദഖത, ആ പറഞ്ഞത് സത്യമാണ്. വആല, പ്രവാചകൻ ഈലാഹ് ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു. സദഖത, അപ്പറഞ്ഞതും സത്യമാണ്. എന്നാൽ വദാഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ദിഹാർ ചെയ്തു എന്ന ഒരു വാചകം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹാദാ ലം യകുൻ, അതൊരിക്കലും ഉണ്ടാവുകയില്ല. വലം യസിഹ് അൻ യകൂൻ, അത് ഉണ്ടാവുക എന്ന് ശരിയുമല്ലല്ലോ. കാരണം അത് വലിയ തിന്മയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമല്ലേ, അത് പ്രവാചകനിൽ നിന്നുണ്ടാവുകയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വെടിനേറ്റ് നിന്ന് അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ നെറ്റത്തൊരു ഉമ്മ കൊടുത്തു എന്നാണ്. അങ്ങനെ എല്ലാ ദിവസവും ആളുകളൊക്കെ എത്തിയതിന് ശേഷമാണ് ഉസ്താദ് കടന്നു വരാറുള്ളത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പള്ളിയിൽ ഉസ്താദ് നേരത്തെ എത്തുന്നു. പിന്നെയാണ് ആളുകളൊക്കെ വരുന്നത്. കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനിയും വന്നിരുന്നു. ആ സമയത്തതാ മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനി വന്ന സമയത്ത് ഈ അബുൽ ഫദ്ൽ ജൗഹരി എണീറ്റ് നിന്നു. മർഹബൻ ബി മുഅല്ലിമി, എൻ്റെ ഉസ്താദിന് സ്വാഗതം. വസ്സിഊലി മുഅല്ലിമി, എൻ്റെ ഉസ്താദിന് സ്ഥലം കൊടുക്കൂ, അദ്ദേഹം ഇരിക്കട്ടെ. എന്താ കാരണം? ഇന്നലെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താ, ഒരു തെറ്റ് തിരുത്തി കൊടുത്തതാണ്. വസ്സിഊലി മുഅല്ലിമി, എൻ്റെ ഉസ്താദിനൊന്ന് സ്ഥലം കൊടുക്കൂ നിങ്ങൾ. അന മുഅല്ലിമുക്കും, ഞാൻ നിങ്ങളുടെ ഉസ്താദാണ്. വഹാദാ മുഅല്ലിമി, ഇതെൻ്റെ ഉസ്താദാണ്. അപ്പോൾ അതേവരെ ഉസ്താദിനേക്കാൾ വലിയൊരു ഉസ്താദോ ഉസ്താദിൻ്റെ ഉസ്താദോ എന്നുള്ള നിലക്ക് ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെന്നാണ്. എന്നിട്ട് അബുൽ ഫദ്ൽ ജൗഹരി പറഞ്ഞു, ലം യഫ്ഖഹ് അഹദും മിൻകും വലം യറുദ് അലയ്യ വലം യുഅവ്വിൽ അലയ്യ. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, റസൂലിൻ്റെ തലാഖുമായി ബന്ധപ്പെട്ട്, റസൂലിൻ്റെ ഈലാവുമായി ബന്ധപ്പെട്ട്, റസൂലിൻ്റെ ദിഹാറുമായി ബന്ധപ്പെട്ട് ഒരാളും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, എനിക്ക് തിരുത്തി തന്നതുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ആരും അവലംബിക്കാൻ പാടില്ല. ഇവിടെ ഇന്നലെ ഉള്ളവർ, ഇന്ന് ഹാജറില്ലാത്തവർ, ഇന്ന് ഹാജറുള്ളവർ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് അദ്ദേഹം ഉണർത്തുന്നു. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരാൾ നമുക്കത് എത്ര ചെറിയ വിജ്ഞാനമാകട്ടെ പറഞ്ഞു തരുന്നത് അവരൊരു ഉസ്താദാണ്. ആ ഒരു ബഹുമാനവും ആദരവും മതപരമായ വിജ്ഞാനം ഒരാൾ പറഞ്ഞു തന്നാൽ ഉണ്ടാകണം എന്ന വലിയ ഒരു പാഠം ഇത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് മാത്രവുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിലുണ്ട്. അതാണ് അബൂബക്കർ ബിൻ അറബി അദ്ദേഹം പറയുകയാണ്, ഉൻദുറു ഇലാ ഹാദ ദീനിൽ മതീൻ. ഈ സംഭവം എടുത്തു കൊടുത്തിട്ട് ആ കിതാബിൻ്റെ രചയിതാവായ അബൂബക്കർ ബിൻ അറബി പറയാൻ, ഉൻദുർ ഇലാ ഹാദ ദീനിൽ മതീൻ, ഈ ഒരു
ദീനിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. വൽഇഅ്തിറാഫു ലിഅഹ്ലിൽ ഇൽമി അലാ റൂസിൻ നാസി മിൻ റജുലിൻ ളഹറത് റിആസതുഹു വഷ്തഹറത് നഫാസതുഹു ലിഗരീബിൻ ലാ യദ്രി മൻ വലാ മിൻ ഐൻ. എവിടെ നിന്നാണെന്നറിയാത്ത, ആരാണെന്നറിയാത്ത ഏതോ ഒരു ഗരീബായ അപരിചിതനായ ഒരു വ്യക്തിക്ക് വേണ്ടി ആ നാട് മുഴുവൻ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് അറിവുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്നത് ഇൽമിൻ്റെ, മതപരമായ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയല്ലേ? അതുകൊണ്ട് ഫഖ്തദൂ ബിഹി തർഷുദൂ, നിങ്ങൾ ഈ മതത്തെ പിൻപറ്റിക്കോളൂ, ഈ വിജ്ഞാനം തേടാൻ ഇറങ്ങിക്കോളൂ, നിങ്ങൾ നേർവഴിയിലാകും എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു ഇൽമ പറഞ്ഞു കൊടുത്തപ്പോൾ ഇത് ഇങ്ങനെ പഠിപ്പിച്ചു തരാൻ ആളായിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല, മറിച്ച് അത് അംഗീകരിച്ച് അത് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ബഹുമാനം കൊടുക്കുകയാണ് മഹാനായ അബുൽ ഫضൽ അൽ ജൗഹരി. ഇങ്ങനെയാകണം ഇൽമ നേടുന്ന ആളുകൾ, ഇൽമ പഠിപ്പിക്കുന്ന ആളുകളൊക്കെയും നല്ല വിനയമുള്ള ആളുകളായി മാറണം എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇൽമ എന്നത്, മതപരമായ വിജ്ഞാനം എന്നത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട, വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ മതപരമായ വിജ്ഞാനം നേടാൻ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ പള്ളിയിൽ തന്നെ QHLS നടക്കുന്നുണ്ട്, അതുപോലെ ഫിഖ് പഠനം നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ സജീവമായ സാന്നിധ്യം നമ്മൾ ഉണ്ടാകണം. കാരണം ഈ കുറഞ്ഞ കാലഘട്ടം, ദുനിയവിയായ ഒരു ലോകം ഇതാ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. ആ സമയം പരമാവധി അള്ളാഹിനെക്കുറിച്ച്, റസൂലുള്ളാഹിനെക്കുറിച്ച് മതപരമായ വിജ്ഞാനം നേടാൻ ഇനി ഇൻഷാ അല്ലാഹ് റമദാൻ മുഴുവനും ഇതേപോലെ ദുഹറിൻ്റെ ശേഷം ക്ലാസ്സുകൾ ഉണ്ടാകും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. അതൊക്കെ മതപരമായ അറിവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.